നമസ്കാരം. ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു വാർത്തയാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. മുഹമ്മദ് കുട്ടി വിശാഖ നക്ഷത്രം ശബരിമലയിൽ മമ്മൂക്കിക്ക് വേണ്ടിയിട്ട് വഴിപാട് കഴിച്ച് മോഹൻലാൽ. അപ്പൊ ഈ വാർത്ത കാണുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇതിനകത്ത് ഇത്രയ്ക്ക് സന്തോഷിക്കാൻ എന്താണുള്ളത്. പക്ഷേ ഈ വാർത്ത കണ്ട ഭൂരിഭാഗം ആൾക്കാരുടെ ഉള്ളിലും ചെറിയ രീതിയിലെങ്കിലും ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടാകും. അത് ഉറപ്പാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം വാർത്തകൾ എന്ന് പറയുന്നത് വിരളമാണ്. വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. TV തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയുള്ള വാർത്തകളാണ് കേൾക്കുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മളെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു കുറവും സംഭവിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുന്നതല്ലാതെ ഒരു കുറവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ കേൾക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അപ്പോൾ ഏതായാലും നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് കണ്ടു നോക്കാം. വാർത്തകൾ വരുന്നതിനിടയിൽ ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേവുന്ന ഒരു വാർത്തയുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ. മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് ഉഷപൂജയ്ക്കായി മോഹൻലാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പണമടച്ചത്. ശബരിമല ദർശനത്തിനെത്തിയ മോഹൻലാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാട് കഴിച്ചു. മുഹമ്മദ് കുട്ടി വിശാഖം. പല ഊഹാപോഹങ്ങളും നിറയുന്ന സമയത്താണ് ഇങ്ങനെയൊരു നീക്കം. സൂപ്പർ സ്റ്റാർ പദവികൾക്കുമപ്പുറം ഇരുവരും പങ്കിടുന്ന ഊഷ്മളമായ സൗഹൃദത്തിനും സാഹോദര്യത്തിനും പലകുറി മലയാളികൾ സാക്ഷികളായതാണ്. ഇപ്പോഴിതാ അവർക്കിടയിൽ ആ ബന്ധവും അടുപ്പവും നിസ്സാരമായൊരു വഴിപാടിലൂടെ പുറത്തു വന്നിരിക്കുന്നു. മലയാളത്തിന്റെ രണ്ട് ബിഗ് എംസ് മമ്മൂട്ടിയും മോഹൻലാലും. ഇരുവരും സിനിമയിൽ എന്നതുപോലെ ഹരികൃഷ്ണൻസിനെ പോലെ റിയൽ ലൈഫിൽ നമ്മെ ദീർഘനാൾ ഇങ്ങനെ പ്രചോദിപ്പിക്കട്ടെ. പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും സൗഹൃദവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ ഒന്നും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. മലയാളത്തിന്റെ രണ്ട് മഹാനടന്മാർ. എത്ര വർഷമായിട്ട് മലയാള സിനിമാ ലോകം അടക്കി ഭരിക്കുന്ന രണ്ട് താരരാജാക്കന്മാരാണ്. ഒരേ പ്രൊഫഷൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ, ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവർ തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല, ഇതുവരെ ഒരു ഈഗോ ക്ലാഷും ഇല്ല. എത്ര വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ബന്ധമാണ്. ആ ബന്ധം ഇന്നും ഒരു കുഴപ്പവും ഇല്ലാതെ നിലനിന്ന് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരുടെയും വ്യക്തിത്വമാണ് അതിലൂടെ പ്രതിഫലിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും സ്നേഹമാണ്, ഒരു പ്രശ്നവും ഫാൻസ് തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. മോഹൻലാൽ ഫാൻസും മമ്മൂക്ക ഫാൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ആണ്. ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ, ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ആരാണ്. അങ്ങനെ മൊത്തത്തിൽ രണ്ടാൾക്കാരുടെ ഫാൻസ് തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഫാൻസ് തമ്മിൽ നടത്തുന്ന ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇവരെ ഒരു തെല്ല് പോലും അഫക്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ ബന്ധത്തെ ഒരു ശകലം പോലും അത് പിടിച്ചു കുലുക്കിയിട്ടില്ല. മമ്മൂക്ക മോഹൻലാലിനെ ഒരു അനിയന്റെ സ്ഥാനത്താണ് കാണുന്നത്. അതേപോലെ തന്നെ മോഹൻലാൽ മമ്മൂക്കയെ ഒരു വല്യേട്ടന്റെ സ്ഥാനത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ മമ്മൂക്കയെക്കുറിച്ച് കുറേ റൂമേഴ്സും മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കുറേ വാർത്തകളും റൂമേഴ്സും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ മോഹൻലാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അത് കുറച്ചും കൂടി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി. അല്ലാതെ ഇത് മോഹൻലാലാണ് ഇത് പബ്ലിസിറ്റി കൊടുത്തതെന്ന് കുറേ എണ്ണം പറയുന്നുണ്ട്. മോഹൻലാൽ അല്ല ഇത് പബ്ലിസിറ്റി കൊടുത്തത്. ഈ ഒരു സമയത്ത് ഇപ്പൊ ഈ ഒരു റൂമേഴ്സ് ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സമയത്ത് മോഹൻലാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അത് കുറച്ചും കൂടി വലിയ രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. പിന്നെ കുറേ എണ്ണത്തിന് ഇപ്പം കുരു പൊട്ടിയിട്ടുണ്ട്. അതായത് മോഹൻലാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ കുറേ എണ്ണത്തിന് കുരു പൊട്ടിയിട്ടുണ്ട്. ഒരുപാടെണ്ണം നെഗറ്റീവ് ഇങ്ങനെ പറയുന്നുണ്ട്. കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ കുരുപൊട്ടൽ കമന്റ് ബോക്സ് നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. മോഹൻലാൽ ഇപ്പോൾ സിനിമ ഇറങ്ങുവാണല്ലോ. ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ ആ സിനിമ റിലീസാകുമ്പോൾ സിനിമയ്ക്ക് ആള് കയറണമല്ലോ, തിയേറ്ററിലേക്ക് ആള് കയറണം. അതുകൊണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. മമ്മൂക്കയോട് സ്നേഹം ഉണ്ടായിട്ടോ മമ്മൂക്കയോടുള്ള സഹതാപം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല മോഹൻലാൽ ഇങ്ങനെ ചെയ്തത്. മോഹൻലാലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ഇതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ലാലേട്ടനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് ആളെ കയറ്റാൻ ഇങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൂസിഫർ ഇറങ്ങിയ സമയം തൊട്ടേ അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുവാണ്. എമ്പുരാന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഇത് റിലീസാകാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും തിയേറ്ററിൽ ആൾ കയറും. പ്രത്യേകം പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ലാലേട്ടൻ ഇറങ്ങി പബ്ലിസിറ്റി നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ആ സിനിമയ്ക്ക് ആൾ കയറാൻ വേണ്ടിയിട്ട്.
ഇത് ഈ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നവർ ശരിക്കും കുരു പൊട്ടിയിട്ട് തന്നെയാണ്. അതായത് മമ്മൂക്ക ഒരു മുസ്ലിമാണ്, ഒരു മുസ്ലിമിന്റെ പേരിൽ ഒരു ഹിന്ദു പോയി ശബരിമലയിൽ പോയി ഇത് ചെയ്തല്ലോ, വഴിപാട് ചെയ്തല്ലോ, അതിൻ്റെ ആ ഒരു വേദന കൊണ്ട് ഇങ്ങനെ കടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, ഒരു വ്യക്തി ശബരിമലയിൽ പോയി തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് വഴിപാട് കഴിക്കുന്നു, അതിനകത്ത് ഇത്രയ്ക്ക് അങ്ങ് വാർത്ത കൊടുക്കാനും മാത്രം എന്താണ് എന്ന് ചില ആൾക്കാർ ചോദിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വാർത്ത ശരിക്കും പ്രസക്തമാണ്. ഈ വാർത്തയുടെ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കൊടുക്കണം, ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കണം. ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ തൻ്റെ സുഹൃത്തിന് വേണ്ടി വഴിപാട് കഴിച്ചു എന്നതിനേക്കാട്ടിലും ഒക്കെ ഉപരിയായിട്ട് അദ്ദേഹം വലിയൊരു എക്സാമ്പിളാണ് ക്രിയേറ്റ് ചെയ്തത്. അദ്ദേഹം പോലും അറിയാതെ ക്രിയേറ്റഡ് ആയതാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇത് ഇത്രയും വലിയ വാർത്തയാകുമെന്ന് പോലും ഊഹിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അദ്ദേഹം ഇത് ദേവസ്വം ബോർഡിനോടാണ് പറഞ്ഞത്, ഇങ്ങനെയൊരു ഇത് എഴുതണം. ആ ആൾക്കാരാരോ ആണ് ഈ ഒരു ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചത്, മാധ്യമങ്ങൾക്ക് കൊടുത്തതാകാം. ഇദ്ദേഹം ഇങ്ങനെ വഴിപാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആ വഴിപാടിന്റെ രസീതിന്റെ ഫോട്ടോ ഒരുപക്ഷെ ആ ദേവസ്വം ബോർഡിലിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം മാധ്യമങ്ങൾക്ക് കൊടുത്തത്. എന്തായാലും മോഹൻലാൽ ഡയറക്റ്റ് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതല്ലല്ലോ. അപ്പോൾ അങ്ങനെ മാധ്യമങ്ങൾ അറിഞ്ഞു. കാരണം മോഹൻലാൽ പോകുന്നു, മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ വൈറലാകുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പുറകെ പോയി ഇതെല്ലാം ഇത്രയും അങ്ങ് പ്രചരിപ്പിച്ചു, വൈറലാക്കി. പക്ഷേ അത് വൈറലാക്കിയത് നന്നായി. കാരണം അദ്ദേഹം ഒരു എക്സാമ്പിളാണ് ക്രിയേറ്റ് ചെയ്തിട്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മതത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ വേർതിരിവ് കാണിക്കുന്ന സമയത്ത് ഇത്തരം വാർത്തകൾ വളരെ പ്രസക്തമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള വാർത്തകൾ വേണം ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഭയങ്കര മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. അങ്ങനെ പ്രശ്നമായിട്ടിരിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെയുള്ള നല്ല നല്ല വാർത്തകൾ വേണം. ഈ മരുഭൂമിയിൽ മഴ പെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള വാർത്തകളെങ്കിലും മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മരവിച്ചു പോകും. അങ്ങനൊരു അവസ്ഥയാണ്. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾക്കിടയിൽ ഇത്തരം വാർത്തയൊക്കെ കുത്തിത്തിരികി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കുറച്ചൊന്നും കാണണ്ട, വില കുറച്ചൊന്നും കാണണ്ട. നമ്മുടെ ഉള്ളിലൊരു സന്തോഷം തോന്നി, അവർ തമ്മിൽ രണ്ട് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, രണ്ട് മതവിശ്വാസികളാണ്, എന്നിട്ട് പോലും അവർക്ക് തമ്മിൽ സ്നേഹമാണ്, സൗഹൃദമാണ്, ആത്മബന്ധം അതേപോലെ കീപ്പ് ചെയ്യുന്നു. ഇപ്പോൾ വഴിപാട് നടത്തിയാലോ നിസ്കരിച്ചാലോ എല്ലാം ഒരു ഫലമാണ് ചെയ്യുന്നത്, നമ്മുടെ മനസ്സ് നന്നാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മോഹൻലാലിന് വേണ്ടിയാണെങ്കിലും മമ്മൂട്ടിക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പൊ നമുക്ക് ആർക്ക് വേണ്ടി, ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് മുസ്ലിം ആയിരിക്കാം, ആ സുഹൃത്തിന് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ ആ സുഹൃത്തിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കാണും, അത് ഉറപ്പാണ്. എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ. ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി നമ്മൾ മതം നോക്കിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല, നമ്മൾ നമ്മുടെ ദൈവങ്ങളോടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഫ്രണ്ട് ഒരു പക്ഷേ ക്രിസ്ത്യാനി ആയിരിക്കാം, ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം. പക്ഷെ നമ്മൾ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആരോടായിരിക്കും പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ നമ്മുടെ ദൈവങ്ങളോടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥന ഏത് രീതിയിലാണെങ്കിലും നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി പോസിറ്റീവായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. ഈ കടന്ന് നെഗറ്റീവ് അടിച്ചിറക്കുന്നവരൊക്കെ വെറുതെ അടിച്ചിറക്കത്തേ ഉള്ളൂ. മോഹൻലാലിൻ്റെ രോമത്തിൽ പറ്റുമോ നിങ്ങളുടെ ഈ നെഗറ്റീവൊക്കെ? അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ചുമ്മാ കുരുവെട്ടി അങ്ങ് നെഗറ്റീവ് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മനസ്സൊന്ന് പോയി ക്ലീൻ ചെയ്യും. ഈ വയറ് ക്ലീൻ ചെയ്യുന്നത് പോലെ മനസ്സ് ക്ലീൻ ചെയ്യാൻ വല്ല മെത്തേഡ് കൊണ്ടെന്നുണ്ടെങ്കിൽ മനസ്സൊന്ന് ക്ലീൻ ചെയ്യും. അന്നേരം ഈ വാർത്തയൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, നല്ല മനസ്സോട് കൂടിയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. ഇല്ലാത്തവർക്ക് സന്തോഷം ഉണ്ടാവത്തില്ല.